ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് 27 സാധാരണമായ ഒരു രാവിലെ പറക്കുന്നു. യാത്രക്കാരിൽ വിവിധരുണ്ട്. കോളേജിൽ നിന്ന് തിരിച്ചുവരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾ, വിരമിച്ച ഒരു സൈനികൻ, കുഞ്ഞിനൊപ്പം യാത്ര ചെയ്യുന്ന ഒറ്റത്തല്ലി അമ്മ, ഒപ്പം അർജുൻ എന്ന ഡെർസിലായ ഒരു പ്രൊഫഷണൽ. വിമാനം മധ്യവായുവിൽ ആകുമ്പോൾ 4 പേരുള്ള ഒരു സംഘം യാത്രക്കാരായി നടിച്ച് വിമാനത്തിൽ കയറിയിട്ടുള്ളത് വെളിപ്പെടുത്തുന്നു. അവർ ഒരു തീവ്രവാദ സംഘടനയുടെ പേരിലാണ് വന്നതെന്നും ആയുധ വ്യാപാരിയായ തടവുകാരനെ മോചിപ്പിക്കണമെന്നും 500 കോടി രൂപ ക്രിപ്റ്റോകറൻസിയായി നൽകണമെന്നും ആവശ്യപ്പെടുന്നു. വിമാനത്തിന്റെ നിയന്ത്രണം തട്ടിയെടുത്ത് പൈലറ്റുമാരെ ഭീഷണിപ്പെടുത്തി അവർ മറ്റൊരു ദിശയിലേക്കാണ് തിരിയുന്നത്. യാത്രക്കാരിൽ ഭീതിയേറും. വിമാനസേവികയായ മീര യാത്രക്കാരെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. അതേസമയം അർജുൻ സാവധാനം ആ കൂട്ടത്തെ നിരീക്ഷിക്കുന്നു. യാത്രക്കാരനായി മാത്രമല്ല, എന്തെന്നാൽ അവൻ രഹസ്യരീതി പരീക്ഷിക്കാനിറങ്ങിയ ഒരു ഏജന്റ് ആണ്. ജയ്പൂരിൽ അവധി വാങ്ങുന്ന സമയത്ത് ഒരു പൈലറ്റ് രഹസ്യസൂചന പോലെ ഉപയോഗിക്കുന്ന പ്രാചീന മാർഗം, ലാൻഡിംഗ് ലൈറ്റുകൾ മോഴ്സ് കോഡായി ഉപയോഗിച്ച് അവൻ അടിയന്തരാവസ്ഥ പുറത്തിറക്കുന്നു. ഭൂപ്രദേശത്ത് നിന്ന് ഇന്ത്യയുടെ അടിയന്തര പ്രതികരണ സംഘം കയറിയിരിക്കുന്നു. പക്ഷേ വിമാനം ഇനി ഒരു രാജസ്ഥാനിലെ ഉപേക്ഷിച്ച എയർസ്ട്രിപ്പിലേക്കാണ് നീങ്ങുന്നത്. അവിടെ അവർ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടാനാണ് പദ്ധതിയിടുന്നത്. ഡൽഹിയിൽ നിന്ന് ഹിജാക്കർമാരുമായി സർക്കാർ ചർച്ചകൾ നടത്തുന്നു. അതിനിടയിലാണ് അർജുൻ, വീരനായ വൃത്യവിശ്രമപ്പെട്ട കേണലും മീരയും ഒറ്റക്കെട്ടായി പ്രവർത്തനം ആരംഭിക്കുന്നത്. അവശിഷ്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ഹിജാക്കർമാരുടെ ഉപകരണങ്ങൾ സൈബർജ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് രാഷ്ട്രീയ നേതാവിന്റെ മകൾ മറച്ചുവെച്ച മൊബൈൽ വഴി ലൈവ് സ്ട്രീം ആരംഭിക്കുന്നത്. രാജ്യത്ത് മുഴുവൻ ഈ വാർത്ത ചൂടെടുക്കുന്നു. നസ്ഗ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ടീം എത്തിയിട്ടുണ്ട്. പക്ഷേ അർജുൻ യുദ്ധം പൂർണ്ണ യാത്രക്കാരെ അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവൻ ഒരു തീപിടുത്തം നടിച്ച് തന്ത്രവഞ്ചന നടത്തുന്നു. ഹിജാക്കർമാർ ആശങ്കപ്പെടുന്നു. കുഴപ്പത്തിൽ അർജുനിയും കേണലും 2 പേരെ കീഴടക്കുന്നു. മീര ചൂടുള്ള കാപ്പിയും ഫയർ എക്സ്റ്റിംഗ്വിഷറും ഉപയോഗിച്ച് അവസാനം ഉള്ളവനെയും കീഴടക്കി കോക്പിറ്റ് ലോക്ക് ചെയ്യുന്നു. പോലീസ് വാഹനം എത്തുന്നു. യാത്രക്കാരെ രക്ഷിക്കുന്നു. അർജുൻ വേഗത്തിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നു. യഥാർത്ഥ വ്യക്തിത്വം ആരും അറിയുന്നില്ല. മാധ്യമങ്ങൾ യാത്രക്കാരുടെ ധൈര്യം പുകഴ്ത്തുന്നു. സർക്കാർ വിമാനത്തിൽ രഹസ്യ ഏജന്റ് ഉണ്ടെന്ന കാര്യം നിഷേധിക്കുന്നു. എന്നാൽ മീരയ്ക്ക് ഒരു അനോണിയസ് കുറിപ്പ് വരുന്നു. വഴിയുടെ ചിഹ്നം അടങ്ങിയ നന്ദി.